സ്പൈസസ്. ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ ഡിസൈഡ് ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ഒരു പ്രിപ്പറേഷനും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഒരു ഇൻസ്റ്റൻറ്റ് ദോശ എന്നൊക്കെ പേരിടാം കേട്ടോ. പ്രത്യേകിച്ച് പേരൊന്നും പറയാനില്ല, ഇൻസ്റ്റൻറ്റ് ദോശ എന്നൊക്കെ പേരിടാം. പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഡിന്നറായിട്ടും കഴിക്കും. ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറിന് പകരം കഴിക്കാൻ പറ്റും ഞാൻ പറയുന്നില്ല, രാവിലെയോ രാത്രിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിൻ്റെ ബേസിക് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവയാണ്. അപ്പം റവയും ഗോതമ്പ് പൊടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന് പ്രപ്പോർഷൻ ഒന്ന് പറയാം. ഞാനിപ്പം 1/2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 1/2 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് ഗോതമ്പ് പൊടി വേണം. അതിന്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് ഇപ്പം എത്ര കപ്പ് റവ എടുക്കുന്നു അതിന്റെ പകുതി ഗോതമ്പ് പൊടി. 1 കപ്പ് റവയാണെങ്കിൽ 1/2 കപ്പ് ഗോതമ്പ് പൊടി, അങ്ങനെ നോക്കിയാൽ മതി. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് 1/2 കപ്പ് റവയും 1/4 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരു മിക്സിയുടെ വലിയ ജാറിലോട്ട് ഇടുകയാണ്. ആദ്യം റവ ഇട്ടു, 1/2 കപ്പ് റവ, 1/4 കപ്പ് ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ആട്ടയാണ്. പിന്നെ വേണ്ടിയത് സവോള, ഒരു സവോള, ഒരു മീഡിയം സൈസ് സവോള ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അരിഞ്ഞ് വെച്ചേക്കുക കേട്ടോ. ഞാനിപ്പോൾ ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ടില്ല, ചുമ്മാ കറുമുറ അരിഞ്ഞ ഒരു സവോള, ചെറിയ സവോള എടുത്താൽ മതി കേട്ടോ. വളരെ കുറച്ച് ക്വാണ്ടിറ്റിക്ക് ചെറിയ സവോള എടുക്കുക. പിന്നെ മല്ലിയില, കുറച്ച് മല്ലിയില. പിന്നെ ദേ ഇത്രയും ചെറിയ ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ഒരു വലിയ ജാർ, നമുക്കിതൊരു മാവ് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയ ജാറിലോട്ട് ഇട്ടേക്കുന്നത്. പിന്നെ ഇത് വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട. 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പം 1/2 കപ്പ് തൈര് ഒഴിച്ചിട്ട് ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ മതിയേ. ഫസ്റ്റ് ഒന്ന് ഏകദേശം 1 മിനിറ്റിന് അരച്ചെടുത്തിട്ടുണ്ട്. ദേ നല്ല കട്ടിക്ക് ഒരു ബാറ്ററാണ് വന്നേക്കുന്നത്, നല്ല തിക്ക് ബാറ്ററാണ്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് 3 ഉണക്കമുളക് ഇതിനകത്തോട്ട് ഇടുകയാണ്. 3 ഉണക്കമുളകും ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കും. ഇനി ഏകദേശം ഒരു 1 മിനിറ്റോളം അരച്ചെടുത്താൽ മതി. ഹൈ സ്പീഡിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഉണക്കമുളകും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കളറ് ലേശം മാറിയിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ട് ഒഴിക്കാവേ. ഇതിനകത്ത് ഒന്നെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ ചേർത്ത് ഇപ്പം തന്നെ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കാവുന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർക്കാം. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഒന്നെങ്കിൽ സോഡാപ്പൊടി ചേർത്ത് ഇപ്പം തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സോഡാപ്പൊടി ഒന്നും ചേർക്കാതെ വെയിറ്റ് ചെയ്തിരുന്നാൽ 15 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാക്കാം. അത് ഇഷ്ടമുള്ളപോലെ ചെയ്യാം. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഞാൻ ഉപ്പും കൂടെ ചേർക്കുവാണേ. ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഏകദേശം ഒരു 3/4 ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളേ. ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് പിന്നെ 15 മിനിറ്റ് വെക്കുകയാണെങ്കിൽ ആ സമയം ചിലപ്പം ഇത് കുറച്ച് കട്ടിയാവാൻ ചാൻസ് ഉണ്ട്. റവയല്ലേ, അപ്പോൾ ഇച്ചിരി തിക്കാവാൻ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞാൽ ഉണ്ടാക്കുന്നത്. ഞാനിതിപ്പം സോഡാപ്പൊടി ചേർക്കുന്നില്ല, 15 മിനിറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞ് കാണിക്കാം. തിക്കാവുകയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കാണിക്കാവേ. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയതായിട്ടൊന്നും തിക്കായിട്ടില്ല. കറക്റ്റ് വെള്ളവും തൈരും ഒക്കെ ആയിരുന്നു ആദ്യമേ ചേർത്തത്. അത് ആ തൈരിൻ്റെ കട്ടി അനുസരിച്ചിരിക്കും കേട്ടോ. തൈര് നല്ല തിക്കായിട്ടുള്ള തൈരാണെങ്കിൽ ചിലപ്പോൾ ഇച്ചിരൂടെ വെള്ളം ചേർക്കേണ്ടി വരും. ഇതിപ്പോൾ കറക്റ്റ് തിക്നെസ്സും കൺസിസ്റ്റൻസിയും ഒക്കെ, ഞാൻ എക്സ്ട്രാ വെള്ളവും ചേർക്കുന്നില്ല കേട്ടോ. ഇത് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനൊരു ദോശക്കല്ല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒന്നെങ്കിൽ നെയ്യ് ഒഴിക്കുക, അല്ലെങ്കിൽ സാധാരണ ദോശ ഉണ്ടാക്കുന്ന ഏത് എണ്ണയാണെന്ന് വെച്ചാൽ അത് ഒഴിക്കുക കേട്ടോ. എനിക്ക് പൊതുവെ ദോശകൾക്കെല്ലാം നെയ്യാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നെയ്യാണ് ഒഴിക്കുന്നത്. ദോശക്കല്ല് നല്ല ചൂടായിട്ടുണ്ട്. ഒരു തവി മാവെടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഇത് പരത്ത് ഇങ്ങനെ തിന്നാക്കണ്ട, ജസ്റ്റ് ഒന്ന് വട്ടം ചുറ്റിച്ച് വെച്ചാൽ മതി. ഒരു ഊത്തപ്പം പോലെ അടച്ചു വെച്ചാണ് ഉണ്ടാക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കുക. ഒരു സൈഡ് ഏകദേശം ഒരു 30 സെക്കൻഡ് വീതം ഓരോ സൈഡും ഉണ്ടാക്കി ചുട്ടെടുക്കണം. 30 സെക്കൻഡ് ഓരോ സൈഡും അടച്ചു വെക്കണം. പിന്നെ ഈ ദോശയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാനൊരു ടൊമാറ്റോ ചട്നി, നമ്മൾ മാവ് അരച്ച് വെച്ചിട്ടൊരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നില്ല. ആ സമയം കൊണ്ട് ഈ ടൊമാറ്റോ ചട്നി ഞാൻ ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുള്ളതെന്ന് തോന്നി, ഞാൻ എങ്ങനെയാണെന്ന് പറയാം. ഒരു സവോളയും 2 ടൊമാറ്റോയും ഇച്ചിരി ഇഞ്ചിയും പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അരച്ചെടുത്തു. കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടെ മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളമൊന്നും ഒഴിച്ചില്ല, ഡ്രൈ ആയിട്ട് അരച്ചെടുത്തു. പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ദോശ റെഡി ആകുമ്പോഴത്തേക്കും ഒരു ഉഗ്രൻ ടൊമാറ്റോ ചട്നിയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റെഡിയാവും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അല്ലേ. ഇതിൻ്റെ കൂടെ തേങ്ങാ ചട്നിയും കഴിക്കാം കേട്ടോ. ഞാനൊരു രസത്തിന് വേണ്ടി ടൊമാറ്റോ ചട്നി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഏതും കഴിക്കാം. നല്ല വെള്ള
തേങ്ങാ ചട്നി കഴിക്കാം, അല്ലെങ്കിൽ ഈ ടൊമാറ്റോ ചട്നി നല്ലതാണ്. 30 സെക്കൻഡ് ഞാൻ ടൊമാറ്റോ ചട്നിയെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടാം. കണ്ടല്ലോ, കറക്റ്റ് 30 സെക്കൻഡ് ആയിട്ടുള്ളൂ. ഞാൻ ആ ടൊമാറ്റോ ചട്നിയുടെ വിവരം പറഞ്ഞതും ഈ സൈഡ് മുരിഞ്ഞു വന്നു. ഇനി വീണ്ടും അടച്ചു വെക്കണം. 2 സൈഡും അടച്ചു വെച്ച് തന്നെ വേണം കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അകം വേഗത്തില്ല കേട്ടോ. ദോശ തിരിച്ചിട്ട് കഴിഞ്ഞ് ഞാൻ ഏകദേശം 1 മിനിറ്റോളം വെച്ചു കേട്ടോ. മറ്റേ സൈഡ് എന്തായി നോക്കാം. കറക്റ്റ് നല്ല ബ്രൗൺ കണ്ടില്ലേ, ആ കളർ കണ്ടില്ല, നല്ല ബ്രൗൺ കളറായി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു ദോശ റെഡിയായി. ഇതേപോലെ ഞാൻ ബാക്കി ദോശകളെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇങ്ങനെ തന്നെ പ്ലേറ്റിലോട്ട് ഇടുന്നതായിരിക്കും എളുപ്പം കേട്ടോ. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഗിളുഗിള ദോശ എന്ന് പറയുന്ന പോലെ പ്ലേറ്റിലോട്ട് ഇങ്ങനെ തന്നെ ഇട്ട് ബാക്കി ദോശകളെല്ലാം ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ. രണ്ടാമത്തെ ദോശ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ടൊമാറ്റോ ചട്നി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ടൊമാറ്റോയിലും സവോളയൊക്കെ വെള്ളം നല്ലപോലെ വറ്റി വന്നാൽ മതി കേട്ടോ. ഇത്രേ ഉള്ളൂ. ഇതും ഞാൻ ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് ആക്കുവാണേ. അങ്ങനെ ദോശകളെല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന സംഭവം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കൂടെ. ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഇൻസ്റ്റന്റ് ഡിന്നറായിട്ടും പറ്റിയ സാധനമാണ്. നല്ല ടേസ്റ്റി ദോശയാണ് കേട്ടോ. സാധാരണ എല്ലാവരും നോർമൽ ദോശ കഴിക്കുമ്പോഴത്തേക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഒക്കെയാണ്. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത്രയും നമ്മൾ ഉണക്കമുളകും പച്ചമുളകും ഒക്കെ എണ്ണം കുറയ്ക്കാം. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ പാടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ക്യാരറ്റ് ഒക്കെ വെച്ചിട്ട് അരയ്ക്കാം കേട്ടോ. നമ്മൾ ആദ്യം അരച്ചില്ലേ, അതിൻ്റെ കൂട്ടത്തിൽ ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് അരച്ചെടുത്താൽ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് ഇത് ചെയ്യാം. അങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കഴിക്കാത്ത കുഞ്ഞുങ്ങളെയൊക്കെ ആണെങ്കിൽ ക്യാരറ്റൊക്കെ കഴിപ്പിക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു മാർഗ്ഗമാണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് എരിവും ആ തൈരും ഒക്കെ ചേർത്തിരിക്കുന്ന കാരണം നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. സ്ഥിരം ഒരേ രീതിയിലുള്ള ദോശ കഴിച്ച് ഗോതമ്പ് ദോശയായാലും സാധാരണ ദോശയായാലും നോർമൽ റവ ദോശയായാലും കഴിച്ച് എല്ലാവർക്കും ഒരു ശീലമുള്ളൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഇതൊരു വെറൈറ്റി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സംഭവം കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എങ്ങനെ ഉണ്ടെന്നോട് പറയണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.